Dear students, നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഹിൻഡ്രൻസ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് മാർക്കറ്റ്. ഡെപ്റ്റ് മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് തടസ്സങ്ങളായിട്ട് നിൽക്കുന്ന എന്തൊക്കെ തടസ്സങ്ങളാണുള്ളത്, എന്തൊക്കെ ഹിൻഡ്രൻസുകളാണുള്ളത് എന്ന് നോക്കാം. ഹിൻഡ്രൻസ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് മാർക്കറ്റ്, എന്തൊക്കെയാണ് ഡെപ്റ്റ് മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റിലെ തടസ്സങ്ങളായിട്ട് നിൽക്കുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ്, സ്മോൾ ഇൻവെസ്റ്റർ ആൻഡ് ട്രേഡർ ബേസ്. ദി പാർട്ടിസിപ്പൻസ് ഇൻ ദി ബോണ്ട് മാർക്കറ്റ് ആർ fewer than those in the equity market. The typical participants in the bond markets are mostly banks, insurance companies, mutual funds and primary dealers. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഡെപ്റ്റ് മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റിൽ മെയിനായിട്ട് തടസ്സങ്ങളായിട്ട് നിൽക്കുന്നത് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്മോൾ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ട്രേഡർ ബേസ് ആണ്. അതായത് ഈക്വിറ്റി മാർക്കറ്റിനേക്കാൾ കുറഞ്ഞ ആൾക്കാരാണ്, കുറഞ്ഞ പാർട്ടിസിപ്പൻസ് ആണ് ഇവിടെ ഉള്ളത് ഈ ബോണ്ട് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഡെപ്റ്റ് മാർക്കറ്റിലുള്ളത്. ഇക്വിറ്റി മാർക്കറ്റിലുള്ള പാർട്ടിസിപ്പൻസിനേക്കാൾ എത്രയോ മടങ്ങ് കുറവാണ് ഇവിടെയുള്ളത് ഈ ഡെപ്റ്റ് മാർക്കറ്റിലുള്ള പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ ബോണ്ട് മാർക്കറ്റിലുള്ള പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്. ശരിക്കും ബോണ്ട് മാർക്കറ്റിലുള്ള പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്ന ആരൊക്കെയാണ്? ബാങ്കുകളാണ്, ഇൻഷുറൻസ് കമ്പനീസാണ്, മ്യൂച്വൽ ഫണ്ട്സ് ആണ്, പ്രൈമറി ഡീലേഴ്സാണ്. ഇത്രയും പാർട്ടിസിപ്പൻസ് മാത്രമേ, സ്മോൾ പാർട്ടിസിപ്പൻസ് മാത്രമേ ഇവിടെ ഉള്ളൂ ഈ ഡെപ്റ്റ് മാർക്കറ്റിലുള്ളൂ, ബോണ്ട് മാർക്കറ്റിലുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഡെപ്റ്റ് മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് തന്നെ ഒരു തടസ്സമാണ് എന്ത്? സ്മോൾ ഇൻവെസ്റ്റർ ആൻഡ് ട്രേഡർ ബേസ് എന്ന് പറയുന്നത്. അത്രത്തോളം പാർട്ടിസിപ്പൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? ഈ ഡെപ്റ്റ് മാർക്കറ്റിൽ ഡെവലപ്മെൻറ്റ് നടക്കുള്ളൂ. ഇത് ഒന്നാമത്തെ ഹിൻഡ്രൻസ് ആണ്. നെക്സ്റ്റ്, ആബ്സെൻസ് ഓഫ് ബെഞ്ച് മാർക്ക് റേറ്റ്. Absence of benchmark rate has restricted the development of new and innovative instruments in the debt market. രണ്ടാമത്തെ പോയിൻ്റാണ് ആബ്സെൻസ് ഓഫ് ബെഞ്ച് മാർക്ക് റേറ്റ്. ബെഞ്ച് മാർക്ക് റേറ്റിൻ്റെ ആബ്സെൻസ് ഉണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും പുതിയതായിട്ടുള്ള അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഡെപ്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തടയപ്പെടും. അതായത് ബെഞ്ച് മാർക്ക് റേറ്റിൻ്റെ ആബ്സെൻസ് കാരണം പുതിയതായിട്ട് ന്യൂ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഡെപ്റ്റ് മാർക്കറ്റിൽ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടും. അതും എന്താണ്? ഡെപ്റ്റ് മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ ബെഞ്ച് മാർക്ക് റേറ്റ് കുറയുന്നതിനനുസരിച്ച്, ആബ്സെൻസിനനുസരിച്ച് അവിടെ പുതിയതായിട്ടുള്ള അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നെക്സ്റ്റ്, ദി ആബ്സെൻസ് ഓഫ് മാർക്കറ്റ് മേക്കേഴ്സ്. ദി കോർപ്പറേറ്റ് ബോണ്ട് മാർക്കറ്റ് നീഡ്സ് വെൽ ക്യാപിറ്റലൈസ്ഡ് മാർക്കറ്റ് മേക്കേഴ്സ് just like primary dealers in the government securities market. In government securities market, banks and primary dealers play a big role as a market maker with a reasonable success. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആബ്സെൻസ് ഓഫ് മാർക്കറ്റ് മേക്കേഴ്സ്. മാർക്കറ്റ് മേക്കേഴ്സിൻ്റെ അഭാവം കൊണ്ട് എന്ത് ചെയ്യപ്പെടാം? ഡെപ്റ്റ് മാർക്കറ്റിൽ ഡെവലപ്മെൻറ്റ് ഇല്ലാതാവാം. അതായത് കോർപ്പറേറ്റ് ബോണ്ട് മാർക്കറ്റിൽ തീർച്ചയായിട്ടും എന്തിൻ്റെ ആവശ്യമുണ്ട്? മാർക്കറ്റ് മേക്കേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അതായത് പ്രൈമറി ഡീലേഴ്സ്, അതുപോലെ തന്നെ ബാങ്ക്സ് എന്നിങ്ങനെയുള്ള മാർക്കറ്റ് മേക്കേഴ്സിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ട് ഈ ബോണ്ട് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഡെപ്റ്റ് മാർക്കറ്റിൽ ആവശ്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രൈമറി ഡീലേഴ്സിൻ്റെ അല്ലെങ്കിൽ ബാങ്ക്സിൻ്റെയും മാർക്കറ്റ് മേക്കേഴ്സിൻ്റെ ഒക്കെ അഭാവം കൊണ്ട് എന്ത് സംഭവിക്കാം? ഡെപ്റ്റ് മാർക്കറ്റിലെ ഡെവലപ്മെൻറ്റ് ഇല്ലാതാവാം. ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ മെയിനായിട്ട് മാർക്കറ്റ് മേക്കേഴ്സ് എന്ന് പറയുന്ന ആരൊക്കെയാണ്? ബാങ്ക്സും പ്രൈമറി ഡീലേഴ്സും ഒക്കെയാണ്. അവരാണ് ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ സക്സസ്സിൽ, റീസണബിൾ സക്സസ്സിൽ മെയിനായിട്ട് ബിഗ് റോൾ വഹിക്കുന്നത് ആരാണ്? ഈ പ്രൈമറി ഡീലേഴ്സും ബാങ്ക്സും അങ്ങനത്തെ മാർക്കറ്റ് മേക്കേഴ്സാണ്. അപ്പോൾ അത്തരത്തിലുള്ള മാർക്കറ്റ് മേക്കേഴ്സിൻ്റെ ആബ്സെൻസ് ഡെപ്റ്റ് മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റിൽ കാരണമാവാം. Next, participation of retail investors. At present, there is a little participation of retail investors in corporate bond market. Though they are coming gradually. Foreign institution investors can buy corporate bonds but only up to a limit. Participation of retail investors. Retail investors-ന്റെ പാർട്ടിസിപ്പേഷൻ കുറയുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കാം? ഡെപ്റ്റ് മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കാം. അപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എത്രത്തോളം കൂടുന്നുണ്ടോ അത്രത്തോളം ഡെപ്റ്റ് മാർക്കറ്റിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും. അത്തരത്തിലുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ കുറയുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നുണ്ട്? ഡെപ്റ്റ് മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നുണ്ട്. ഈ ഡെപ്റ്റ് മാർക്കറ്റിൽ ഇപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കുറവാണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? അത് ഒരു തടസ്സമായിട്ട് നമുക്ക് കണക്കൂട്ടാം. അപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ്, ഹയർ കോസ്റ്റ്. നമുക്ക് ഡെപ്റ്റ് മാർക്കറ്റിൽ തീർച്ചയായിട്ടും എന്താവശ്യം വരും? കുറേ സ്റ്റാമ്പ് ഡ്യൂട്ടീസും കുറേ ഡ്യൂട്ടി ചാർജസ് വരാം. അതുകൊണ്ട് തന്നെ ഈ
ഡെപ്റ്റ് മാർക്കറ്റിൽ കൂടുതലായിട്ട് എന്ത് വരുന്നുണ്ട്, കോസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ കോസ്റ്റ് കൂടുന്നതിനനുസരിച്ച് ആൾക്കാർ എന്ത് ചെയ്യും, ഈ ഡെപ്റ്റ് മാർക്കറ്റ് ചൂസ് ചെയ്യുന്നത് ഒഴിവാക്കും. അപ്പോൾ കോസ്റ്റ് കൂടുതലായത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കാം, ഡെപ്റ്റ് മാർക്കറ്റിലെ ഡെവലപ്മെൻറ്റിനെ അത് ബാധിക്കാം. ഹയർ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹിൻഡ്രൻസ് ആണ്. നെക്സ്റ്റ്, ലാക്ക് ഓഫ് എ ക്രെഡിറ്റ് ഡീഫോൾട്ട് സ്വാപ്സ് ഓർ CDS മാർക്കറ്റ്. The absence of a well-developed CDS market is yet another constraint. The CDS hedges would have enabled buyers of corporate bonds to avoid default risk of the issuers, leaving them holding only interest rate risk. നമുക്കറിയാം ഡെപ്റ്റ് മാർക്കറ്റിൽ തീർച്ചയായിട്ടും എന്തുണ്ടാവാം, ഡീഫോൾട്ട് റിസ്ക് ഉണ്ടാവാം. ഒരു പാർട്ടിയോ അല്ലെങ്കിൽ മറ്റേ പാർട്ടിയോ എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ക്രെഡിറ്റ് റിസ്ക് കൂടുതലാണ് അല്ലെങ്കിൽ ഡീഫോൾട്ട് റിസ്ക് കൂടുതലാണ്. അപ്പം അത്തരം സാഹചര്യങ്ങളിൽ ഡീഫോൾട്ട് റിസ്ക് കുറക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്രെഡിറ്റ് ഡീഫോൾട്ട് സ്വാപ്സ് അല്ലെങ്കിൽ CDS മാർക്കറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ക്രെഡിറ്റ് ഡീഫോൾട്ട് സ്വാപ്പ് അല്ലെങ്കിൽ CDS മാർക്കറ്റ് എന്ന് പറയുന്നത് കുറവാണ്. അപ്പോൾ അങ്ങനെ കുറയുന്ന സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും, അവിടെ ഡീഫോൾട്ട് റിസ്ക് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഡീഫോൾട്ട് റിസ്ക് ഉണ്ടാകുന്നതിനനുസരിച്ച് ബയേഴ്സിന് എന്ത് ഉണ്ടാവാം, ഈ ഡെപ്റ്റ് മാർക്കറ്റിൽ എൻ്റർ ചെയ്യാൻ മടിയുണ്ടായിരിക്കാം. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ബയേഴ്സിന് ഈ ഡെപ്റ്റ് മാർക്കറ്റിൽ എൻ്റർ ചെയ്യാനുള്ള പേടി ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്രെഡിറ്റ് ഡീഫോൾട്ട് സ്വാപ്സ് അല്ലെങ്കിൽ CDS മാർക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ അഭാവം കൊണ്ട് തന്നെ എന്ത് സംഭവിക്കാം, അവിടെ ഡെപ്റ്റ് മാർക്കറ്റിനെ ഡെവലപ്മെൻറ്റിനെ അത് ബാധിക്കാം. നെക്സ്റ്റ്, ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ഓർ TDS പോളിസി. ദി ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് പോളിസി ഈസ് നോട്ട് യൂണിഫോം ഫോർ ഓൾ ഇൻവെസ്റ്റേഴ്സ് ഇൻ കോർപ്പറേറ്റ് ബോണ്ട്സ്. ഡെപ്റ്റ് മാർക്കറ്റിലെ ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് അല്ലെങ്കിൽ TDS എന്ന് പറയുന്നത് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഒരേപോലെയല്ല, യൂണിഫോം അല്ല. അപ്പോൾ പല ഇൻവെസ്റ്റേഴ്സിന് പല രീതിയിലാണ് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ വരുന്ന കണ്ടീഷനിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിന് ആ ഡെപ്റ്റ് മാർക്കറ്റിൽ എൻ്റർ ചെയ്യാൻ എന്തുണ്ടാവും, മടിയുണ്ടായിരിക്കും. അപ്പോൾ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഒരേപോലെ എല്ലാ ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കാം, ഡെപ്റ്റ് മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റിൽ തടസ്സങ്ങൾ ഉണ്ടാവാം, ഡെവലപ്മെൻറ്റിനെ ബാധിക്കാം. നെക്സ്റ്റ്, ലാക്ക് ഓഫ് ലിക്വിഡിറ്റി. ദി ലാക്ക് ഓഫ് ലിക്വിഡിറ്റി ഹാസ് ബീൻ എ ബിഗ് ചലഞ്ച് ഫോർ ദി ന്യൂ എൻട്രൻസ് ഇൻ റേസിംഗ് ഫണ്ട്സ്. ഡെപ്റ്റ് മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്ന ഫണ്ട്സ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റർ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിഗ് ചലഞ്ചാണ് എന്ത്, ഈ ലാക്ക് ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, ലിക്വിഡിറ്റി കുറവാവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും എന്ത് സംഭവിക്കാം, ഇൻവെസ്റ്റേഴ്സ് ഈ ഡെപ്റ്റ് മാർക്കറ്റിൽ എൻ്റർ ചെയ്യാൻ പോകുന്ന ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡെപ്റ്റ് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും എന്ത് സംഭവിക്കാം, അവിടെ മടുപ്പുണ്ടാവാം. അവർക്ക് ഈ ലിക്വിഡിറ്റി കുറവായതുകൊണ്ട് തന്നെ ഇതിൽ എൻ്റർ ചെയ്യാനുള്ള സാധ്യത കുറയും. അപ്പോൾ അത് ഡെപ്റ്റ് മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നതാണ്. നെക്സ്റ്റ്, ആബ്സെൻസ് ഓഫ് ഓർഡർ മാച്ചിങ് പ്ലാറ്റ്ഫോം. There was absence of order matching platform for corporate bonds like in government securities market. അതായത് ഓർഡർ മാച്ചിങ് പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ ഒരു ഇൻവെസ്റ്റർക്ക് ഡെപ്റ്റ് സെക്യൂരിറ്റീസ് വാങ്ങാൻ ആഗ്രഹമുണ്ട്. ഈ പ്രൈസിൽ അയാൾ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രൈസിൽ എന്തുണ്ട്, അയാൾക്ക് ഡെപ്റ്റ് സെക്യൂരിറ്റീസ് വാങ്ങാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ വേറൊരാൾക്ക് എന്തുണ്ട്, ആ പറഞ്ഞ റേറ്റിൽ എന്ത് ചെയ്യണം, ആ ഡെപ്റ്റ് സെക്യൂരിറ്റീസ് വിൽക്കണം. അപ്പോൾ അങ്ങനെ രണ്ട് ആൾക്കാരുടെയും ഓർഡർ മാച്ച് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഡെപ്റ്റ് മാർക്കറ്റിൽ കുറവാണ്. അപ്പോൾ അത് ഓർഡർ മാച്ച് ചെയ്യിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഈ ഡെപ്റ്റ് മാർക്കറ്റിൽ കുറവാണ്. അപ്പോൾ ഓർഡർ മാച്ചിങ് പ്ലാറ്റ്ഫോം കുറവായത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും, അവിടെ ഡെപ്റ്റ് മാർക്കറ്റിലെ ഡെവലപ്മെൻറ്റ് കുറയാം. അപ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പാർട്ടി ചെയ്തിട്ടുള്ള ഓർഡറും വേറൊരു പാർട്ടി ചെയ്തിട്ടുള്ള ഓർഡറും തമ്മിൽ മാച്ച് ചെയ്യിക്കണം. അപ്പോൾ അത്തരം രണ്ട് പാർട്ടീസിൻ്റെ ഓർഡറുകൾ മാച്ച് ചെയ്യിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഇവിടെ കുറവാണ്. അത്തരം പ്ലാറ്റ്ഫോമുകളുടെ അഭാവം തീർച്ചയായിട്ടും ഡെപ്റ്റ് മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നതാണ്. നെക്സ്റ്റ്, റെഗുലേറ്ററി ബാരിയേഴ്സ്. മൾട്ടിപ്പിൾ റെഗുലേറ്റേഴ്സ് ഗവേൺ ഡിഫറൻറ്റ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് വിത്ത് ദെയർ ഓൺ മാൻഡേറ്റ്സ്. Insurance companies are regulated by the Insurance Regulatory Development Authority (IRDA), which mandates the proportion of funds an insurance company can invest in different securities. Regulatory barriers. Regulatory തടസ്സങ്ങൾ, അതായത് ഇൻഷുറൻസ് കമ്പനി ആണെങ്കിൽ ഇൻഷുറൻസ് കമ്പനീസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ്
അതോറിറ്റി IRDA പ്രകാരമാണ് അവർക്ക് ആ റെഗുലേറ്റ് ചെയ്തിട്ടുള്ള ആ അതോറിറ്റി പ്രകാരം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫണ്ട്സ് ഡിഫറൻറ്റ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, ഓരോ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ റെഗുലേറ്ററി ബാരിയേഴ്സ് ഉണ്ട്. അവരെ റെഗുലേറ്റ് ചെയ്യുന്ന കുറേ റെഗുലേറ്ററി ബോഡീസ് ഉണ്ടാകും. അപ്പം അത്തരം റെഗുലേറ്ററി ബോഡീസിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള റെഗുലേറ്ററി ബോഡീസ് അല്ലെങ്കിൽ റെഗുലേറ്ററി ബാരിയേഴ്സ് ഉണ്ട്. അത് ഡെപ്റ്റ് മാർക്കറ്റിനെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നതാണ്. ഈ ക്ലാസ്സോടുകൂടി നമ്മുടെ ഡെപ്റ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്.